ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നുമില്ല. ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ബോക്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഡാസ്ലറിൻ്റെ ന്യൂസ് തന്നെയാണുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഡാസ്ലറിൻ്റെ വീഡിയോ ഇടുന്നത്. പക്ഷേ ഈ ഗിഫ്റ്റ് ബോക്സ് കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ ഒന്നും നോക്കാതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത കുറച്ച് ഷെയ്ഡ്സാണ്. എനിക്ക് തോന്നുന്നു DL-C025 ഒക്കെയാണ് ഡാസ്ലറിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഷെയ്ഡുകൾ. പക്ഷെ അതൊന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഏതൊക്കെയോ റാൻഡമായി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത്. സോ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. എനിക്ക് നഷ്ടമായിപ്പോയോ അതോ കിട്ടിയത് കൊള്ളാവോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. സോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒരു വലിയ ലാബിളാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റിക്കറാണെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു ഡിസ്കൗണ്ട് കൂപ്പണാണുള്ളത്, അതും നമുക്ക് യൂസ്ഫുള്ളാണ്. സോ ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. 4 ലിപ്സ്റ്റിക്കും പ്ലസ് ഒരു ഐലൈനറുമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തേത് DL-C045 ആണ്. അവരുടെ പാക്കേജൊക്കെ സൂപ്പറാണ്. അതുപോലെ 200 ആണെന്ന് തോന്നുന്നു പൈസ. അതിന് വേർത്താവുന്ന വലിയൊരു ബോട്ടിലുമാണ്. ഓക്കെ, വാവ്, എനിക്ക് തോന്നുന്നു ഈ ഷെയ്ഡ് എനിക്ക് നഷ്ടമായിട്ടില്ല. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അടുത്തത് DL-C003 ആണ്. അതും പുറമേ കാണാൻ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമുക്കൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ടല്ലേ. ഓക്കെ, അതും ഒരു നല്ല ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ മൂന്നാമത്തത് DL-C045 ആണെന്ന് തോന്നുന്നു. 43 ആണ്. DL-C043. ഓക്കെ, അതും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിച്ച മൂന്നിലും ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഷെയ്ഡ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നോക്കാം, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സെലക്ട് ചെയ്തതൊന്നും നഷ്ടമായിട്ടില്ല. പക്ഷേ ലാസ്റ്റ് വൺ എന്തായാലും എനിക്ക് വാഷ് ഔട്ടായി പോകണ ഒരു ഷെയ്ഡായിരിക്കും എന്നാണ് തോന്നുന്നത്. എല്ലാം ന്യൂഡ് എടുത്തപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് പിങ്ക് സെലക്ട് ചെയ്തത് കേട്ടോ. എനിവേ, ഇത് DL-C016 ആണെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി എനിക്കത് വാഷ് ഔട്ടായിരിക്കും. നല്ല ഫെയർ സ്കിൻകാർക്കൊക്കെ ചേരും. നമുക്ക് വേണേൽ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 ലിപ്സ്റ്റിക്കാണ് കിട്ടിയിരിക്കുന്നത്. നഷ്ടമൊന്നുമില്ല അല്ലേ, ഡാസ്ലർ നമുക്ക് ഫ്രീ ആയി തരുമ്പോൾ. അപ്പോൾ കുഴപ്പമില്ല. ഇത് നമുക്ക് ഐലൈനർ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഐലൈനർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണല്ലോ ഡാസ്ലർ. സോ നമുക്കിതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വിങ്ക് തന്നെ വരച്ച് നോക്കാം. നല്ല ഐലൈനറാണ് കേട്ടോ. പക്ഷേ ലിപ്സ്റ്റിക്ക് സ്മഡ്ജ് പ്രൂഫും ട്രാൻസ്ഫർ പ്രൂഫും ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഞാൻ അധികം ടൈം വെക്കാത്തതുകൊണ്ടായിരിക്കും. ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് പ്രൂഫൊക്കെ ആയിരിക്കും. ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.